ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സർക്കുലർ സ്കേർട്ട് തുന്നാം എന്നുള്ളതാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഞാനിവിടെ എൻ്റെ 1 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തുന്നണത്. അപ്പോൾ ഏകദേശം ഒരു 18 ഇഞ്ച് നീളത്തിലുള്ള ലെങ്ത്തിലുള്ള സ്കേർട്ട് തുന്നാൻ പറ്റും. അതിനായിട്ട് ഞാൻ 1 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് 18 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഞാൻ തുണി മടക്കണേന്നുള്ള രീതി ശ്രദ്ധിക്കണം. അങ്ങനെ അത് വെച്ചിട്ടാണ് നമുക്ക് സർക്കുലർ സ്കേർട്ട് തുന്നാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ തുണി 2ആയി മടക്കിയിട്ട് എഗെയിൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഞാൻ 2ആയിട്ട് മടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കണം തുണി, എന്നാൽ മാത്രമേ നമുക്കൊരു സർക്കുലർ സ്കേർട്ട് തുന്നാൻ പറ്റുള്ളൂ. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെങ്ത്തിൽ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സർക്കുലർ സ്കേർട്ട് തുന്നാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് മെഷർമെൻ്റ് ആണ്, അതായത് അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ 5 ഇഞ്ച് കൂട്ടിയെടുക്കാൻ ഒരു ഈസിന് വേണ്ടിയിട്ടാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ഫിറ്റ് വേണ്ട, കുറച്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് അതിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഏത് എമൗണ്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അരവണ്ണം പ്ലസ് നിങ്ങൾക്ക് 5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 20, 25, 30, 35 ഏത് എമൗണ്ട് ആയാലും കുഴപ്പമില്ല. ആ നമ്പറിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3.98 ഏകദേശം അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് 4 എടുത്തിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു കുഞ്ഞൊരു സർക്കിൾ പോലെ വരച്ചെടുക്കാം. അപ്പോൾ മടക്ക് വരുന്ന തുമ്പത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കണത്. എന്നിട്ട് ഒരു സർക്കിൾ, ഒരു ക്വാർട്ടർ സർക്കിൾ പോലെ വരും. അതിനുശേഷം ലെങ്ത് എടുക്കാം. ഞാനിവിടെ 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലൈക്ക് ലൈനിങ് ഫാബ്രിക് ആയതുകൊണ്ട് 16 ഇഞ്ച് ശരിക്കുള്ളത്, അതിൻ്റെ കൂടെ ഒരു ഇഞ്ച്. ശരിക്കും 17 ഇഞ്ചായിരുന്നു വേണ്ടത്. ലൈനിങ് ഫാബ്രിക് ആയതുകൊണ്ട് ഞാൻ 16 ഇഞ്ച് എടുത്തുള്ളൂ. മെയിൻ ഫാബ്രിക്കിനെക്കാട്ടും കുറച്ച് കുറവ് ലൈനിങ് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ഒരു ഔട്ടർ സർക്കിൾ ഇതുപോലെ ഡ്രോ ചെയ്യുക. ആ തുമ്പത്തുനിന്ന് തുടങ്ങിയിട്ട്, അതായത് കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് വെച്ച് ഇങ്ങനെ വരച്ചെടുക്കുക. ഞാൻ പറയണത് എനിക്ക് അറിയില്ല എത്ര നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന്, പക്ഷേ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. പതുക്കെ നിങ്ങൾ തുന്നുമ്പോൾ ഇത് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്കേർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, നല്ല ഫ്ലെയറി ആയിട്ട് നിൽക്കും. നമുക്ക് ഇത് ലൈക്ക് മെഷർമെൻ്റ് എടുക്കണതും ഇത് കട്ട് ചെയ്യണതും മാത്രം ഒന്ന് പഠിച്ചെടുത്താൽ മതി. അതിനുശേഷം ഭയങ്കര എളുപ്പം. ഇനി ഞാൻ മെയിൻ ഫാബ്രിക് എടുക്കുകയാണ്. ആദ്യം പകുതി വെച്ചിട്ട് മടക്കി, പിന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒന്ന് മടക്കുകയാണ്. മടക്കിയതിന് ശേഷം ആ മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഈ ടേപ്പ് പിടിച്ചിട്ട് 4 ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുകയാണ്. ആ തുമ്പത്ത് പിടിച്ചിട്ട് വേണം, അത് അവിടെ നിന്ന് വിടാനേ പാടില്ല. അതിനുശേഷം എഗെയിൻ തുമ്പത്തുനിന്ന് ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 17 + 1 18 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ തുമ്പത്ത് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എഗെയിൻ ഇതൊരു ഔട്ടർ സർക്കിളായിരിക്കും. അപ്പോൾ മെയിൻ സ്കേർട്ടിന് ഞാൻ 18 ഇഞ്ചും ലൈനിങ് സ്കേർട്ടിന് ഞാൻ 17 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഞ്ച് കുറവ് നിൽക്കുന്നതാണ് ഭംഗി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെയിം മെഷർമെൻറ്റ് മതി, വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ടാന്ന് വെച്ചാൽ സെയിം മെഷർമെൻറ്റ് എടുക്കാം. ഞാൻ ഒരു ലൈനിങ് ഫാബ്രിക്കും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങൾക്ക് ഒരു ലൈനിങ് മാത്രം മതിച്ചാൽ മതി. കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. എഗെയിൻ സെയിം പ്രോസസ്സാണ് കണ്ടിന്യൂ ചെയ്യണത്. ഇങ്ങനെ 4 ഇഞ്ച് വെച്ചു, പിന്നെ 17 ഇഞ്ച് വെച്ചിട്ട് വെട്ടിയെടുത്തു. സോ എഗെയിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സ്കേർട്ട് ഇതാവും. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ലൈനിങ് വയ്ക്കുക, സെക്കൻഡ് ലൈനിങ് വയ്ക്കുക, എന്നിട്ട് മെയിൻ ഫാബ്രിക് വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡിയാണ്. സോ ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ബെൽറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഫാബ്രിക്കിന് ബാക്കിയുള്ളത് എന്താ വെച്ചാൽ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 25 അല്ലേ വേസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ബെൽറ്റിൻ്റെ നീളം 25 ഇഞ്ചും
പിന്നെ വീതി എന്ന് പറയുന്നത് ഞാൻ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, എനിക്ക് കുഞ്ഞ് വീതി മതി, അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. പിന്നെ കഴിവതും ഇങ്ങനെ ക്രോസ് ആയിട്ട് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിൻ ഫാബ്രിക് ക്രോസ് ആയിട്ട് വെട്ടാഞ്ഞത്. പക്ഷെ ലൈനിങ് ഫാബ്രിക്, അതായത് സാറ്റിൻ ഫാബ്രിക് ഞാൻ ക്രോസ് ആയിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ആ വേസ്റ്റ് ഇല്ലേ, 3 സ്കേർട്ടിൻ്റെയും വേസ്റ്റ് പാർട്ട് ഒരുമിച്ച് പിടിച്ചിട്ട്, അതായത് അരയുടെ അവിടെയുള്ള ഭാഗം ഒരുമിച്ച് പിടിച്ച് 3ഉം കൂടി ഒരുമിച്ച് പിടിച്ച് തുന്നിയെടുക്കാം. തുന്നിയെടുത്തതിന് ശേഷം ആണ് നമുക്ക് അതിൻ്റെ എഡ്ജസ്, അതായത് പാവാടയുടെ അറ്റുണ്ടല്ലോ, എന്നിട്ട് അതിന് ശേഷം അത് നമുക്ക് തുന്നിയെടുക്കണം. സോ കുറച്ച് പതുക്കെ ചെയ്യണം. വേസ്റ്റിൻ്റെ അവിടെ 3 ലൈക്ക് തുണികളുള്ള കാരണം കുറച്ച് പതുക്കെ 3ഉം കൂടി ഒരുമിച്ച് പിടിച്ച് തുന്നിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്ന് ചെയ്തതിന് ശേഷം, നമുക്ക് തുന്നുമ്പോൾ പിന്ന് ചെയ്യാനുള്ള സൂചി കിട്ടുമല്ലോ, അത് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ അറ്റത്ത് മടക്കി തുന്നിയെടുക്കുക. എഗെയിൻ ഇതും പതുക്കെ ചെയ്യണം, കുറച്ച് മാത്രം മടക്കിയെടുത്താൽ മതി. നമ്മൾ അതായത് സർക്കുലർ സ്കേർട്ട് പോലെ സ്ട്രെയിറ്റ് കട്ടല്ലല്ലോ, കുറച്ച് വളഞ്ഞിട്ടുള്ള കട്ടായതുകൊണ്ട് അറ്റം തുന്നിയെടുക്കാൻ മടക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം. പതുക്കെ കുറച്ച് മാത്രം മടക്കിയെടുത്ത് അടിച്ചാൽ മതി. എന്നിട്ട് ഈ ബെൽറ്റിന് ഞാൻ ലൈനിങ് പാർട്ട് ഞാൻ 2 കഷ്ണമായിട്ടല്ലേ എടുത്തിരിക്കുന്നത്, അത് രണ്ടും കൂടി യോജിപ്പിച്ചു. ഇനി നല്ല ഭാഗവും പിന്നെ ലൈനിങ്ങും കൂടി ഒരുമിച്ച് തുന്നിയെടുക്കുകയാണ്. എന്നിട്ട് അതിൽ എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. പക്ഷെ ചെറിയ കുട്ടികളായതുകൊണ്ട് ചെറിയ വേസ്റ്റ് ബാൻഡ് തന്നെയാണ് നല്ലത്. തുന്നാനും എളുപ്പം ചെറിയ വേസ്റ്റ് ബാൻഡാണ്. വലിയ വേസ്റ്റ് ബാൻഡ് ആകുമ്പോൾ അതിന് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നന്നായി എടുത്തറിയും. സോ അതുകൊണ്ട് ഞാൻ ചെറിയ വേസ്റ്റ് ബാൻഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ വേസ്റ്റ് ബാൻഡിൻ്റെ 2 അറ്റം ഞാനിങ്ങനെ 2 അറ്റമില്ല, 1 അറ്റം മാത്രം മടക്കി അടിച്ചു. 1 അറ്റം മടക്കി വെച്ചതിന് ശേഷം പാവാടയുടെ നല്ല വശവും പിന്നെ ഈ അരപ്പട്ടയുടെ നല്ല വശവും കൂടി ഒരുമിച്ച് വയ്ക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, 2ൻ്റെ 2 നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ എഡ്ജിൽ വെച്ചിട്ട് ഒരടി കൊടുക്കുക. ഇത് ഇങ്ങനെ സ്യൂ ചെയ്തെടുക്കുക. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ ചെയ്യുക. ഒരുപാട് ഫാബ്രിക്സ് ഒരുമിച്ചാണുള്ളത്, അപ്പോൾ നമ്മൾ മെല്ലെ സമയമെടുത്ത് തുന്നിയെടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വശവും കൂടി ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന ഫാബ്രിക് നമ്മൾ മടക്കിയെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, വേസ്റ്റ് മെഷർമെൻറ്റ്, അതായത് അരപ്പട്ട എടുക്കുമ്പോൾ 2 ഇഞ്ച് ഒന്ന് കൂട്ടിയെടുത്തോളൂ, എന്നാലേ നമുക്ക് മടക്കിയെടുക്കാനുള്ള ഒരു തുണി എക്സ്ട്രാ ഉണ്ടാവുള്ളൂ. ഇതേപോലെയൊക്കെ മടക്കി അടിക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ എക്സ്ട്രാ എടുക്കുക. നമുക്ക് എക്സ്ട്രാ കൂടുതലുണ്ട് വെച്ചാലും വെട്ടിക്കളയാമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഇനി നമുക്ക് മടക്കി അടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മടക്ക് കൊടുക്കുക. അതിനുശേഷം എഗെയിൻ ഒരു മടക്കും കൂടി കൊടുത്തിട്ട് ആ എഡ്ജിൽ, ക്ലോത്തിൻ്റെ എഡ്ജിൽ കൂടെ ഒരു അടി കൊടുക്കുക. എഗെയിൻ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ആദ്യം ഒരു ചെറിയ മടക്ക് കൊടുത്തിട്ട് ഒരു മടക്കും കൂടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിനി ആ ഹോളിൽ കൂടെ, അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചരട് വേണമെങ്കിൽ ചരടിടാം, ഇലാസ്റ്റിക് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇടാം. ഞാനിവിടെ 2 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം മടക്കി പിടിക്കുക, എന്നിട്ട് അടിക്കുക. എഗെയിൻ നിർത്തി പിടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി പിടിച്ചിട്ട് അടിക്കുക. ഈ ഭാഗം കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. പക്ഷെ പതുക്കെ സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ വേസ്റ്റ് ബാൻഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഒരു ചരടാണിത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ലൈക്ക് ഇതേപോലെ തുന്നി ഒരു ചരട് ഉണ്ടാക്കാൻ പറ്റുവെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ മേടിച്ചതാണ്. എന്നിട്ട് ഇത് സൂചി വെച്ചിട്ട്, സൂചിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ഈ ചരട് അതിൽ വേസ്റ്റ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു എലാസ്റ്റിക് എടുക്കുന്നുണ്ട്. ഈ എലാസ്റ്റിക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ എക്സാക്ട്ലി അത് കറക്റ്റാണ് എടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് ഒന്നും കൂട്ടിയെടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ 20 മോളുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി 20 ഇഞ്ച് തന്നെയാണ് വേസ്റ്റ് ലൈക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റും എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അത് ഒരുമിച്ച് അടിക്കുക. അപ്പോൾ നമ്മൾ പാവാടയുടെ പണി കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്
ലൈക്ക് ഈ ട്രയാങ്കിൾസ് കട്ട് ഔട്ട് ചെയ്തെടുക്കാം. ഇത് ആ ഹാങ്ങിങ് ഇല്ലേ, ഹാങ്ങിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഭംഗിയുള്ള സാധനം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതാക്കിയാൽ മതി, തൂക്കിയിട്ടാൽ മതി. ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരേ സമയം 2 തുണി ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ 2 തുണി ലൈക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം ഒരു 8 ഇങ്ങനത്തെ ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പല പല വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ചെറുത് വലുത് 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 അങ്ങനെ ഒരു ലൈക്ക് ഒരു പാറ്റേണിൽ വേണ്ടിയിട്ടാണ്. അങ്ങനെ എൻ്റെ 8 പീസസ് ആണുള്ളത്. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചരടിൻ്റെ മീതെ ലൈക്ക് നല്ല വശം ഉള്ളിലേക്ക് വരണ പോലെ എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെ വെച്ചിട്ട് ഒരു അടി കൊടുക്കുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അതിനെ മറിച്ചിടുക. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഞാൻ ഒന്നും കൂടി തുന്നുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈക്ക് ആ ചരട് എടുക്കുക. ചരടിൽ നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വരണ പോലെ ഈ ട്രയാങ്കിളിനെ മറിച്ച് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെ വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ തുണിയെ നമ്മൾ മറിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശം പുറത്തേക്ക് വരും, എന്നിട്ടൊരു കോൺ പോലെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിർത്താം, ലൈക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത്. എൻ്റെ തുണി ഇത് നെറ്റ് ഫാബ്രിക്കാണ്, അതുകൊണ്ട് അറ്റം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നും കൂടി എളുപ്പമായി. നിങ്ങൾക്ക് അറ്റം സ്റ്റിച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഫാബ്രിക്കാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതിന് നിൽക്കാണ്ടിരിക്കുക എന്നുള്ളത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണ്, അറ്റമൊക്കെ അടിച്ചെടുക്കേണ്ടി വരും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് മറിച്ചിട്ടതിന് ശേഷം എഗെയിൻ അതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അത് മറിച്ച് വയ്ക്കുക. ഇതേപോലെ ഞാൻ 4 എണ്ണമാണ് ഒരു ചരടിൽ ചെയ്യണത്. അപ്പോൾ മറ്റു ചരടിലും 4 എണ്ണം ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 8 എണ്ണം. പിന്നെ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫാബ്രിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയെടുക്കും. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഗോൾഡൻ ഫാബ്രിക് ആയിരുന്നു. അത് വെച്ചിട്ട് തന്നെയാണ് ഈ കോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ല കളർ വേണമെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് ഗോൾഡൻ സ്കേർട്ട് മാത്രം മതിയായിരുന്നു, സോ ദാറ്റ് എല്ലാ ടോപ്പുകളും മാറി മാറി ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിക്കളയാം, എക്സ്ട്രാ ഫാബ്രിക്സ് ഉള്ളത് വെട്ടിക്കളയാം. അപ്പം ഞാൻ ഇത് 4മത്തെയാണ് ചെയ്യണത്. നല്ല വശം ഉള്ളിലേക്ക് വരണ പോലെ വെച്ചിട്ട് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുക. എന്നിട്ട് ഇത് മറിച്ച് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്തതിന് ശേഷം മറിച്ചിടുക. എന്നിട്ട് എഗെയിൻ എല്ലാ കോണുകളും കാണത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കാം. സോ നമ്മുടെ സ്കേർട്ട് കംപ്ലീറ്റ് ആയി. നല്ല ഭംഗിയാണ്. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ വൺസ് നമുക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.